വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് ആണ് ഒപ്പം ചേരുന്നത്. ഡോക്ടർ മോഹൻ വർഗീസ്, ഈ ഇറാൻ യുദ്ധത്തിന്റെ വരും ദിവസങ്ങൾ നിർണായകമാണ് എന്നാണ് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് കഴിഞ്ഞ ദിവസം അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. വരാനിരിക്കുന്ന ദിവസങ്ങൾ നിർണായകമാകും. ഇറാന് അക്കാര്യം അറിയാം. സൈനികപരമായി അതിലൊന്നും ചെയ്യാൻ അവർക്കൊന്നും കഴിയില്ല. ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ സജീവമാണ് എങ്കിലും സൈനിക നീക്കങ്ങളിൽ നിന്ന് പിന്നോട്ടില്ല എന്നൊരു സൂചനയാണോ ഇത് നൽകുന്നത്, അതോ അതിനപ്പുറമുള്ള എന്തെങ്കിലും തരത്തിലുള്ള അപകട സൂചനയാണോ? പീറ്റർ ഹെഗ്സത്തിന്റെ, അതായത് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്തിന്റെ വാക്കുകൾ വിശ്വസിക്കാമെങ്കിൽ US പിന്നോട്ടില്ല, ഇറാന്റെ വാക്കുകൾ വിശ്വസിക്കാമെങ്കിൽ ഇറാനും പിന്നോട്ടില്ല. സമാധാന ചർച്ചകൾ അത് അന്തരീക്ഷത്തിൽ ഇങ്ങനെയുണ്ട്, പശ്ചാത്തലത്തിൽ സമാധാന ചർച്ചകൾ നടക്കുന്നു. പക്ഷേ യുദ്ധത്തിലൂടെ മാത്രം പരിഹാരം എന്ന നിലയിലാണ് രണ്ട് ഭാഗവും, അമേരിക്കയും ഇറാനും പോകുന്നത്. യുദ്ധത്തിലൂടെ പരിഹാരം എന്നതാണ്. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ സൈനികമായ എല്ലാ ബിൽഡപ്പും രണ്ട് ഭാഗത്തും സംഭവിക്കുന്നു. ഇറാനെ പൂർണ്ണമായി സൈനികമായി പരാജയപ്പെടുത്താൻ ആവുന്നില്ല. ആകാശ യുദ്ധത്തിൽ മേൽക്കോയ്മ ലഭിക്കുന്നുവെങ്കിലും സൈനികമായി കരയുദ്ധത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട് ഇറാൻ്റെ ഭൂമി, ഇറാൻ്റെ മണ്ണ് പിടിച്ചെടുക്കാൻ അമേരിക്കയ്ക്ക് കഴിയുന്നില്ല എന്നതാണ് വാസ്തവം. അത് എന്നെങ്കിലും കഴിയും എന്നുപോലും ഇപ്പോൾ വിശ്വസിക്കാൻ കഴിയുന്നില്ല. പരമാവധി ചെയ്യാനാവുക ഇറാൻ്റെ അധീനതയിലുള്ള, ഇറാൻ്റെ കൈവശമുള്ള, ഇറാൻ്റെ ഭൂപ്രദേശമായ ചില ദ്വീപുകൾ, ഖാർഗ് ദ്വീപ് ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ ചില ദ്വീപുകൾ പിടിച്ചെടുക്കുക എന്നതിനുപരിയായി കാര്യമായ ഒന്നും തന്നെ അമേരിക്കയ്ക്ക് ഇപ്പോൾ ചെയ്യാൻ ആവില്ല. അവിടെയാണ് റിവ്യൂ ഓഫ് സ്ട്രാറ്റജി ആഫ്റ്റർ 1 month. പീറ്റർ ഹെഗ്സെത്ത് പറയുന്നതാണ് മാക്സിമം പ്രഷർ ക്യാമ്പയിൻ തുടരുക. പക്ഷേ ഇറാൻ ഈസ് നോട്ട് ബഡ്ജിങ് അണ്ടർ പ്രഷർ. ഇറാൻ ഇത് പ്രതീക്ഷിച്ചിരുന്നതാണ്. മാസങ്ങളല്ല, ഒരുപക്ഷെ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പ് ഇറാനുണ്ട്. നോക്കൂ, ഇതിപ്പം 2026 നിന്നുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ ബാറ്റിൽ ഹാർഡൻഡ് ഒരു രാജ്യം തന്നെയാണ് ഇറാൻ. 1980 മുതൽ 88 വരെ നിരന്തരമായി അയൽ രാജ്യമായ ഇറാഖിനോട് ഇറാൻ പൊരുതി നിന്നു. അപ്പോൾ സദ്ദാം ഹുസൈൻ്റെ ഇറാഖിനായിരുന്നു അന്ന് അമേരിക്കയുടെ പിന്തുണ. അപ്പോൾ അമേരിക്കൻ പിന്തുണയുള്ള ഒരു രാജ്യവുമായി, അയൽ രാജ്യവുമായി തൊട്ടടുത്തുള്ള ഇസ്രയേൽ തൊട്ടടുത്തുള്ള രാജ്യമല്ല, പക്ഷേ ഇറാഖ് തൊട്ടടുത്തുള്ള രാജ്യമാണ്, പൊരുതി നിന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു കരയുദ്ധമൊന്നും നടത്തി ഇറാനെ ഒന്നും ഒരിക്കലും ഇറാഖിനും പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല. വ്യോമയുദ്ധത്തിലൂടെ ഒന്ന് മെലോ ഡൗൺ ചെയ്ത് കൊണ്ടുവരാം അല്ലാതെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ശക്തമായ കൂടിയാലോചനകളാണ്. യുദ്ധത്തിൻ്റെ സ്ട്രാറ്റജി മാറ്റിയാലോ? അപ്പോൾ അമേരിക്കയിൽ വലിയ തിങ്കിങ് ഉണ്ട്. ഈ മാഗ ക്യാമ്പിൽ തന്നെ വലിയ തിങ്കിങ് ഉണ്ട്. അതെന്താണ്? നമ്മുടെ ലക്ഷ്യങ്ങളെല്ലാം കൈവരിച്ചു കഴിഞ്ഞല്ലോ, ഇനി കൂടുതലായി ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ നിന്നാൽ നഷ്ടങ്ങളായിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ ലക്ഷ്യങ്ങൾ കൈവരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പിന്മാറാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക. അതുകൊണ്ട് എന്തെങ്കിലും ഒരു ലാൻഡിൻ്റെ ഒരു ചെറിയ ഭാഗം, മെറീനുകളെയൊക്കെ കൊണ്ടുവന്നതല്ലേ, ഒരു 10,000-ഓളം മെറീനുകളെ കൊണ്ടുവന്നതല്ലേ, അതുകൊണ്ട് അവരെ ഉപയോഗിച്ചുകൊണ്ട് ചെറിയൊരു ടെറിട്ടോറിയൽ ഗെയിൻ സംഭവിപ്പിച്ചുകൊണ്ട് പിന്മാറിക്കളയാം എന്നതാണ് ഒരു ചിന്ത. അത് മാത്രമല്ല, ഒരു ഗെയിൻ, ഒരു ഡീൽ. ട്രംപിൻ്റെ മനസ്സിലെ പ്രധാനപ്പെട്ട വാക്കാണ് ഡീൽ, അല്ലേ? 2 വാക്കുകളാണ് ട്രംപിൻ്റെ നിഘണ്ടുവിൽ ഏറ്റവും മുന്തിയ സ്ഥാനമുള്ളത്. 2 വാക്കുകൾക്കാണ്. ഒന്ന് പറഞ്ഞ ഡീലാണ്, മറ്റൊന്ന് ടാരിഫാണ്. അപ്പോൾ എല്ലാം അവസാനം ഡീലാണ്. ടാരിഫ് യുദ്ധം ഉൾപ്പെടെ അവസാനിപ്പിക്കുന്നത് ഡീലിലാണ്. ഇത് ഫിസിക്കൽ ബാറ്റിലാണ്. ഈ ബാറ്റിലും അവസാനിപ്പിക്കുന്നത് ഒരു ഡീലിലാവണം. ഇറാൻ ഒരു രീതിയിലും ഒരു ഡീലിനും സന്നദ്ധമല്ല. അപ്പം ട്രംപിനൊരു ഡീൽ എത്തിയേ തീരൂ. ആ ഡീലുണ്ടെങ്കിൽ പറയാമല്ലോ, ഒരു രേഖ ഒപ്പുവെച്ചാൽ പറയാമല്ലോ, തങ്ങൾക്ക് അനുകൂലമാണ് ഇത് എന്ന് ജനങ്ങളോട് പറയാം. അല്ല എങ്കിൽ ഒരു ഡീലുമില്ലാതെ അമേരിക്ക പിൻവാങ്ങിക്കഴിഞ്ഞാൽ അമേരിക്കയ്ക്കുള്ളിൽ നിന്ന് ചോദ്യം പോയിട്ടില്ലേ, എന്തിനായിരുന്നു യുദ്ധം എന്ന് ചോദിക്കില്ലേ? അപ്പം ഡീലിലൂടെ ചില ഉറപ്പുകൾ ഇറാൻ നൽകി. അതുകൊണ്ട് തങ്ങൾ യുദ്ധം അവസാനിപ്പിക്കുന്നു. ആണവ സമ്പുഷ്ടീകരണത്തിൽ നിന്നും പൂർണ്ണമായി പിന്മാറാൻ ഇറാൻ സന്നദ്ധത അറിയിച്ചു. ഇറാൻ്റെ കൈവശമുള്ള ആണവ ഫിസൈൽ മെറ്റീരിയൽ ഒരു 480 കിലോഗ്രാം ഉണ്ട്. അത് തങ്ങൾക്ക് വിട്ടുതരാൻ, അല്ലെങ്കിൽ IAEA ഏൽപ്പിക്കാൻ ഉള്ള തീരുമാനമെടുത്തിരിക്കുന്നു. ഇനി ആജന്മതാരം ഒരു കാരണവശാലും ഇറാൻ പ്രോക്സികളെ സഹായിക്കില്ല എന്ന ഉറപ്പ് നൽകി. ഇറാൻ മറ്റ് രാജ്യങ്ങളെ ആക്രമിക്കില്ല,
ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കില്ല എന്ന് ഉറപ്പ് നൽകി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ ഡീലിൻ്റെ വ്യവസ്ഥകളാകാമല്ലോ. ഒരു ഡീൽ വരുമ്പോൾ ഇങ്ങനെയൊക്കെ പറയുമല്ലോ. ഇതൊക്കെ പറയാൻ സാധ്യതയുണ്ട്. ഇറാൻ അതൊന്നും പറയാൻ സാധ്യതയില്ല. ഇപ്പോഴത്തെ നിലയിൽ അത് പറയാൻ സാധ്യതയില്ല. അപ്പോഴാണ് അമേരിക്ക മറുതന്ത്രം പ്രയോഗിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇറാൻ്റെ പഴയ നേതൃത്വത്തോടല്ല, ഇറാനിൽ നേതൃത്വം തന്നെ അങ്ങ് മാറി. നമ്മളാരും അറിഞ്ഞില്ല. നമ്മളാകെ അറിഞ്ഞത് ഈ മാധ്യമങ്ങളിലൂടെ നമ്മളൊക്കെ അറിഞ്ഞത്, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരും ഞാനും ഒക്കെ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞത് ആയത്തുള്ള അലി ഖുമൈനി വധിക്കപ്പെട്ടു, ഉന്നത നേതാക്കൾ പലരും വധിക്കപ്പെട്ടു, ആ സ്ഥാനത്ത് പുതിയ നേതൃത്വം ഉണ്ടായി. ആ പുതിയ നേതൃത്വം പഴയ രീതികൾ തന്നെയാണ് തുടരുന്നത്. ഒരു മാറ്റവുമില്ല. ഇറാൻ്റെ ഭരണകൂടത്തിന്, രീതിശാസ്ത്രത്തിന്, DNA-ക്ക്, ആറ്റിറ്റ്യൂഡിന്, കൺവിക്ഷന് യാതൊരു മാറ്റവുമില്ല. അത് തുടരുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നിടത്ത് ഇല്ല. ഇറാൻ ഇപ്പോൾ പുതിയൊരു ഇറാനാണിപ്പോൾ, പുതിയൊരു ഭരണകൂടമാണ്, അവരുമായിട്ടാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ യുദ്ധം വേണ്ടല്ലോ. പുതിയ ഭരണകൂടമാണെങ്കിൽ അമേരിക്കയോട് ചേർന്ന് നിന്നുകൊണ്ട് അമേരിക്കൻ താല്പര്യം സംരക്ഷിച്ചാൽ മതിയല്ലോ. അങ്ങനെയൊന്നുമല്ല. അപ്പോൾ പ്രോപ്പഗൻഡ വാറാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൻ്റെ ഭാഗമായി ട്രംപ് പലരെ കൊണ്ടും പല പ്രസ്താവനകളും നടത്തിപ്പിക്കുകയാണ്. JD വാൻസിനെ കൊണ്ട്, ഇപ്പോൾ പ്രതിരോധ സെക്രട്ടറി പീറ്റർ ഹെക്സത്തിനെ കൊണ്ട്, മാർക്കോ റൂബിയോയെ കൊണ്ട് ഒക്കെ തന്നെ പ്രസ്താവനകൾ നടത്തിപ്പിക്കുകയാണ്. ചവിട്ടിക്കുഴച്ചിടുക, ഇതാണ് ഞാൻ കാണുന്നൊരു തന്ത്രം. ഇതാണ് പരമാവധി ചവിട്ടിക്കുഴച്ചിടുക. ഹോർമൂസ് ഉൾപ്പെടെയുള്ള വിഷയം പരമാവധി കൺഫ്യൂഷൻ ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് നിങ്ങളായി നിങ്ങളുടെ പാടായി, ഇത് നിങ്ങൾ പരിഹരിച്ചോ, ഞങ്ങൾക്ക് എണ്ണ വേണ്ട. അവിടുന്ന് എണ്ണ വേണ്ടവർ ഹോർമൂസിൽ അവശിഷ്ടങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് അതിലെ എണ്ണ കൊണ്ടുപോയിക്കോളൂ. ഞങ്ങൾ ചെയ്യാനുള്ളത് ചെയ്തു പൊന്നപ്പ, ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഇത് നിങ്ങളായി നിങ്ങളുടെ പാടായി എന്ന് പറയുന്ന ഒരുതരം യുക്തി കഴിഞ്ഞ ദിവസവും ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് വന്നു. അപ്പം അതുകൊണ്ട് ലോകരാജ്യങ്ങൾ മാറി ചിന്തിക്കേണ്ട സമയം ആയിരിക്കുന്നു. സൈനിക പരിഹാരം ഉണ്ടാവില്ല എന്ന് ഒരിക്കൽ കൂടെ തെളിയിക്കുന്ന സംഭവങ്ങളാണ് ഈ കഴിഞ്ഞ മണിക്കൂറുകൾ നടന്നുകൊണ്ടിരുന്നത്. ഇതോടൊപ്പം ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഈ ട്രംപ് 10 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുമ്പോൾ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇറാന്റെ മധ്യപ്രവിശ്യയായ ഇസ്ഫഹാനിലെ വിവിധ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സംയുക്ത ആക്രമണം ഉണ്ടായത്. ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങളുടെയും സൈനിക ഗവേഷണ കേന്ദ്രങ്ങളുടെയും ഹൃദയഭാഗമായിട്ടാണല്ലോ ഈ ഇസ്ഫഹാൻ അറിയപ്പെടുന്നത്. എന്നിട്ടും ഈ അതീവ പ്രാധാന്യമുള്ള സൈനിക താവളങ്ങളെ ലക്ഷ്യമാക്കി ഈ ആക്രമണം നടത്തിയത് എന്തുകൊണ്ടായിരിക്കും? ഒരു വശത്ത് വെടിനിർത്തൽ, ഇതൊരുറപ്പാണ്, ട്രംപിൻ്റെ ഗ്യാരണ്ടിയാണ്. 10 ദിവസത്തേക്ക് ഊർജ ഉത്പാദന രംഗത്ത് ഒരാക്രമണവും നടക്കില്ല. ഇതാണ് ട്രംപ് പറഞ്ഞത്. എന്തെങ്കിലും വിലയുണ്ടോ ഈ പറഞ്ഞതിന്? ആ പറഞ്ഞ സമയത്ത് പോലും ഇസ്രായേലിൽ നിന്നും ഇറാനെതിരെ ആക്രമണം നടന്നു. ഇപ്പോൾ ഇതാ ഇസ്ഫഹാൻ ഒരു മേജർ കേന്ദ്രമാണ്. സെൻട്രലൈസ്ഡ് ഒരു പവർ പ്രോജക്ട്സ് ഉള്ള വൻപൻ പദ്ധതികളുള്ള വൻ നഗരവുമാണ്. അവിടെയാണ് ഒരു ആണവ കേന്ദ്രമുള്ളത്. കഴിഞ്ഞ വർഷം 2025 ജൂണിൽ ഇസ്ഫഹാനിൽ വൻപൻ ആക്രമണമാണ് B-2 സ്റ്റെൽത്ത് ബോംബേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അമേരിക്ക അഴിച്ചുവിട്ടത്. അന്ന് ഫർദോയിലും നഥാൻസിലുമൊക്കെയുള്ള ആണവ നിലയങ്ങൾ ആക്രമിക്കപ്പെട്ടു. ഇപ്പോൾ ഇറാൻ്റെ ഫിസൈൽ മെറ്റീരിയൽ, അതായത് സമ്പുഷ്ടീകരിച്ച യുറേനിയം 60% സമ്പുഷ്ടീകരിച്ചു എന്നാണ് പറയുന്നത്. അത് ഈ നിലയങ്ങളിൽ എവിടെയൊക്കെയോ വളരെ ആഴത്തിൽ അമേരിക്കയുടെ ബങ്കർ ബസ്റ്റർ ബോംബുകൾക്ക് പെനിട്രേറ്റ് ചെയ്ത് എത്തിച്ചേരാൻ ആവാത്ത ഇടങ്ങളിൽ സുരക്ഷിതമായി നിക്ഷേപിച്ചിട്ടുണ്ട് എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. അതിലൊന്ന് ഇസ്ഫഹാൻ ആവാം. അപ്പം അവിടേക്ക് ആക്രമണം നടത്തി. കഴിഞ്ഞ ദിവസം അത് അതിശക്തമായ ആക്രമണമാണ് നടത്തിയത്. അവിടേക്ക് മാത്രമല്ല ആക്രമണം നടത്തിയത്, യൂണിവേഴ്സിറ്റികളിലേക്ക് ആക്രമണം നടത്തുന്നു. എന്ത് ത്രട്ടാണ് ഇറാനിലെ സർവകലാശാലകൾ അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ നൽകുന്ന ത്രട്ട് എന്താണ്? അക്കാഡമിക്സ് ഒരു ത്രട്ടാണോ? ഒരുപക്ഷെ അവിടെ ഗവേഷണങ്ങൾ നടത്തും. സയൻസ് ആൻഡ് ടെക്നോളജി യൂണിവേഴ്സിറ്റികളിലേക്ക് ആക്രമണം നടത്തിയെന്ന് പറയുമ്പോൾ അവരുടെ ഗവേഷണങ്ങൾ അട്ടിമറിക്കുക എന്നതായിരിക്കാം ഉദ്ദേശം. അതുപോലെ ഈ മറ്റ് സ്ഥലങ്ങൾ ഒരിക്കലും ഹിറ്റ് ചെയ്യില്ല എന്ന് പറയുന്ന സ്ഥലമാണ് ഡീസാലിനേഷൻ പ്ലാന്റ്. ഇപ്പോൾ ഡീസാലിനേഷൻ പ്ലാന്റിലേക്ക് ആക്രമണം നടത്തി, ഉരുക്ക് നിർമ്മാണശാലകളിലേക്ക്, വ്യവസായ സ്ഥാപനങ്ങളിലേക്ക് എല്ലാം തന്നെ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ആക്രമണം. അപ്പോൾ അമേരിക്ക ആക്രമണം നിർത്തിവെച്ചിട്ടൊന്നുമില്ല, ആക്രമണം തുടരുക തന്നെയാണ്. അത് പക്ഷേ ആ രീതിശാസ്ത്രം മാറിയിട്ടുണ്ടെങ്കിലും തുടരുന്നു ആക്രമണം. അപ്പം സ്വാഭാവികമായി ഇറാൻ പ്രത്യാക്രമണം നടത്തുന്നു. അപ്പോൾ ഡീസാലിനേഷൻ പ്ലാന്റുകൾ കേന്ദ്രീകരിച്ച് ഇപ്പോൾ കുവൈറ്റിലെ ഒരു ഊർജ്ജ നിലയം, അതുപോലെ ഇപ്പോൾ അവിടെ ജലസംഭരണശാലയുമുണ്ട്.
ഇത് കേന്ദ്രീകരിച്ച് നടത്തിയ ആക്രമണത്തിൽ നാശനഷ്ടങ്ങളുണ്ടായി. ദുബായ്, കഴിഞ്ഞ രാത്രിയിൽ ദുബായ്ക്ക് നേരെ നടന്ന ആക്രമണം, അവിടെ ഒരു എണ്ണക്കപ്പൽ, ഒരു കുവൈറ്റിൻ്റെ എണ്ണക്കപ്പൽ നശിപ്പിക്കപ്പെട്ടു അല്ലേ. കുവൈറ്റിൻ്റെ എണ്ണക്കപ്പൽ എന്ന് പറയുമ്പോൾ അത് ചൈന ബൗണ്ട് എണ്ണക്കപ്പലാണ്. അപ്പം കുവൈറ്റിൻ്റെ എണ്ണക്കപ്പൽ 20 ലക്ഷം മെട്രിക് ടൺ, 20 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ വഹിക്കുന്ന ആ ഒരു കപ്പൽ തകർക്കപ്പെട്ടു. ആ കപ്പലായിരിക്കില്ല ഒരുപക്ഷെ ഇറാൻ്റെ ലക്ഷ്യമായിരുന്ന മറ്റൊരു ചരക്ക് കപ്പലാണ്. ഇസ്രയേലി ബന്ധമുള്ള ഒരു ചരക്ക് കപ്പൽ ദുബായ് പോർട്ടിലുണ്ട് എന്ന് കരുതി നടത്തിയ ആക്രമണം ആക്സിഡൻ്റലി ഓയിൽ ഷിപ്പിന് മേൽ വന്നു പതിച്ചു. ഈ ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്താൽ ഉണ്ടാകുന്ന പേർഷ്യൻ ഗൾഫിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പാരിസ്ഥിതിക ശോഷണം ഭീതിതമായിരിക്കും. അതുകൊണ്ട് ആ രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നു. അതുകൊണ്ട് ആണവ നിലയങ്ങൾക്കെതിരെ ഉൾപ്പെടെയുള്ള ആക്രമണം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ആണവ വികിരണം അത് ഇറാൻ്റെ ഭൂമി കടന്നും മധ്യപൗരസ്ത്യ പ്രദേശത്തേക്ക് വ്യാപിക്കാനുള്ള സാധ്യതയാണ്. അതുകൊണ്ട് കണ്ണടച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ ഒരു പരിഹാരമേ അല്ല. അതുമാത്രമല്ല, ഈ മെറ്റീരിയൽ ഇതിപ്പോൾ 2 പ്ലാനാണുള്ളത്. ഒന്ന്, ചില ഖാർഗ് ഐലൻഡ് ഉൾപ്പെടെയുള്ള ചില ദ്വീപുകൾ പിടിച്ചെടുക്കുക, എന്നിട്ട് ഇറാനുമായി വിലപേശുക. അതോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു വളരെ തന്ത്രപരമായ ഒരു കമാൻഡോ ഓപ്പറേഷനിലൂടെ, ഒരുപാട് മെയ്വഴക്കമുള്ളൊരു കാര്യമാണ്, ഓപ്പറേഷനിലൂടെ ഒരുപക്ഷെ എവിടെയെല്ലാമാണ് ഈ ആണവ മെറ്റീരിയൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് അത് കണ്ടെത്തി പിടിച്ചെടുത്ത് ഒന്നുകിൽ നശിപ്പിക്കുക, അല്ലെങ്കിൽ നിർവീര്യമാക്കുക, അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തേക്ക് കൊണ്ടുപോവുക. ഭഗീരഥ പ്രയത്നമാണ്. ഒരുപക്ഷെ ലോകത്ത് ഏറ്റവും ഇതുവരെ നടത്തിയിട്ടുള്ള എല്ലാ കമാൻഡോ ഓപ്പറേഷനേക്കാൾ കൃത്യത വേണ്ടിയ ഒരു ഓപ്പറേഷനാണ്. അതും വിജയമാകുമെന്ന് ഒരു പ്രതീക്ഷയുമില്ലാത്ത ഓപ്പറേഷനാണ്. അത് വലിയ ഒരു തീക്കളി തന്നെയാണ് അമേരിക്ക ഒരുപക്ഷെ അറ്റംപ്റ്റ് ചെയ്യുന്നത്. അതേക്കുറിച്ചുള്ള സംസാരമുണ്ട്. പക്ഷേ അതിലേക്ക് കടക്കുമെന്നൊന്നും ഇപ്പോൾ വിശ്വസിക്കാൻ ആവില്ല. അത്രയ്ക്ക് ബൃഹത്തായ രാജ്യമാണ് ഇറാൻ. ഇറാൻ്റെ മണ്ണിലേക്ക് ഈ ഹെലികോപ്റ്ററിലോ വേറെ ഏതെങ്കിലും രീതിയിലോ പറന്നിറങ്ങി കുറേ കമാൻഡോകൾ വന്ന് ആണവ മെറ്റീരിയലും തലച്ചുമടായി എടുത്തുകൊണ്ട് പോകുന്നുവെന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ കഥകളിൽ പറയാമെന്നല്ലാതെ പ്രായോഗികമായി നടപ്പാകുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ടാണ് ആണവ വിഷയങ്ങളിൽ ഉൾപ്പെടെ പരിഹാരമുണ്ടാവണമെങ്കിൽ, ഡീലുണ്ടാവണമെങ്കിൽ ആദ്യം അമേരിക്ക ആക്രമണം നിർത്തിവയ്ക്കണം, ഇസ്രയേൽ ആക്രമണം നിർത്തിവെക്കണം. ആക്രമണവും ചർച്ചയും ഒരുമിച്ച് പോവില്ല എന്നുകൂടി പ്രേക്ഷകർ മനസ്സിലാക്കണം. ഒരിക്കലും ലോകത്തെ ആക്രമണവും ചർച്ചയും ഒരിക്കലും ഉണ്ടാവില്ല. വെടിനിർത്തൽ ഉണ്ടാകണം, അത് പാലിക്കപ്പെടുകയും വേണം. വെടിനിർത്തൽ എന്ന് പറഞ്ഞാൽ പോരാ, പൂർണ്ണമായി പാലിക്കപ്പെടണം 2 വിഭാഗവും. എന്നിട്ട് പൂർണ്ണമായ ഒരു ക്ലീൻ സ്ലേറ്റിൽ മറ്റ് അജണ്ടകൾ, ദുഷ്ട അജണ്ടകൾ, ഹിഡൻ അജണ്ടകൾ ഇല്ലാതെ സ്വതന്ത്രമായി ചർച്ച ചെയ്താൽ പരിഹരിക്കാവുന്ന വിഷയങ്ങളേ ഉള്ളൂ. കാരണം ഹോർമൂസിൻ്റെ മേൽ നിയന്ത്രണമില്ലായിരുന്നു യുദ്ധം തുടങ്ങുന്നതിന് മുൻപ്. ഇപ്പോൾ ഇറാൻ നിയന്ത്രണം കൊണ്ടുവന്നു എന്നത് അഡീഷണൽ നിയന്ത്രണമാണ്. ഹോർമൂസിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾക്ക് ചുങ്കം പിരിക്കാൻ നിയമപരമായി അനുവാദം നൽകുന്ന ബില്ല് കഴിഞ്ഞ ദിവസം ഇറാൻ പാർലമെൻറ്റായ മജ്ലിസിൽ പാസാക്കി. അതിനർത്ഥം എന്താ? യുദ്ധം തുടങ്ങുന്നതിന് മുൻപുള്ള സാഹചര്യത്തേക്കാൾ ഇറാൻ അവിടെ നിയമപരമായി പിടിമുറുക്കുന്നു. അത് മോചിപ്പിക്കണമെങ്കിൽ അതിന് ഫർദർ ഡീല് വേണ്ടി വരും. അപ്പം പരമാവധി സാധിക്കുന്നത് എന്താണ്? യുദ്ധം തുടങ്ങുന്നതിന് മുൻപുള്ള സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകണം എന്ന് മാത്രമാണ്. പിന്നെ എന്തിനായിരുന്നു യുദ്ധം എന്ന് ചോദിക്കില്ലേ? അതുകൊണ്ടാണ് യുദ്ധം അവസാനിപ്പിക്കണം, അതുമാത്രമല്ല ആക്രമണം അവസാനിപ്പിക്കണം, ചർച്ച നടത്തണം, യുദ്ധം അവസാനിപ്പിക്കണം. 2 കൂട്ടർക്കും നേട്ടമുണ്ടാകുന്ന രീതിയിൽ, ലോകത്തിന് സമാധാനം ഉണ്ടാകുന്ന രീതിയിൽ ഇത് അവസാനിപ്പിക്കാനുള്ള വഴികൾ പൂർണ്ണമായി അടഞ്ഞിട്ടില്ല എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്.